മനസ്സമാധാനം ഇങ്ങനെയാണ് ലഭിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അവന്റെ രക്ഷയും അവന്റെ സഹായവും അവൻ നൽകുന്ന സ്വർഗവും അവിടുത്തെ നിലക്കാത്ത സുഖവും അത് മനസ്സിൽ കാണുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി അടിയുറക്കുകയാണെങ്കിൽ പിന്നെന്തു പ്രയാസമാണ് സഹോദരങ്ങളെ ഈ നശിക്കുന്ന ദുനിയാവിൽ നമുക്ക് പ്രയാസമായി മാറുക. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു അവിടുത്തെ റസൂലിന്റെ മേൽ സമാധാനം ഇറക്കി. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട്, മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂലിന് പിൻബലം നൽകി, സംരക്ഷണം നൽകി. വജഅല കലിമത്തൽ ലദീന കഫറു സുഫ്ലാ, അല്ലാഹുവിന്റെ റസൂലിനെ പിടികൂടാൻ വധിക്കാൻ ഇല്ലാതാക്കാൻ വന്ന മഹാകിങ്കരന്മാരായ ബഹുഭൂരിപക്ഷം വരുന്ന ആ ശത്രു സമൂഹത്തിന്റെ ജൽപ്പനങ്ങൾ, അവരുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ അല്ലാഹു നിന്ദിതയിലാക്കി, അധമത്വത്തിലാക്കി, പാതാളത്തിലാക്കി. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, പിന്നീട് ചരിത്രം സാക്ഷ്യം വഹിച്ചു മദീനയിൽ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം അല്ലാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാനിന്റെ, സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ ആ മഹത്വചനം അത് ഉന്നതിയിലായി. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു അങ്ങേയറ്റം പ്രതാപിയും അങ്ങേയറ്റം യുക്തിയുള്ളവനുമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും പ്രതാപമുള്ള, സമ്പന്നനായ, ധനികനായ, സർവൈശ്വര്യ സമ്പൂർണനായ, എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാ കഴിവുള്ള, സർവശക്തനായ, രാജാതിരാജനായ, മലിക്കുൽ ജബ്ബാറായ, അതീവ കാരുണ്യം അവന്റെ അടിമകൾക്ക് തുറന്നു നൽകുന്ന കാരുണ്യത്തിന്റെ കേദാരമായ റബ്ബുൽ ആലമീൻ, അവന്റെ അടിമകളാകുന്ന നാം എങ്ങനെയാണ് സമാധാനമില്ലാത്തവരായി ജീവിതം തള്ളി നീക്കുക? മുൻഗാമികളിൽ ചിലർ ചോദിച്ചതുപോലെ ദാരിദ്ര്യത്തെയും ജീവിതത്തിലെ ഞെരുക്കത്തെയും എന്തിന് ഞാൻ ഭയപ്പെടണം? ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും ഞാൻ എന്തിനു ഭയപ്പെടണം? ഏറ്റവും വലിയ സമ്പന്നന്റെ, ധനികന്റെ അടിമയല്ലയോ ഞാൻ? അള്ളാഹുവിന്റെ അടിമകളാണ് നാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിച്ച മുവഹിദുകളാണ് നാം. അതുകൊണ്ട് ലാ തഹിനു വലാ തഹ്സനു, നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, നമ്മൾ ക്ഷീണിക്കേണ്ടതില്ല, നമുക്ക് ദൗർബല്യമില്ല, നമ്മളാണ് ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹു പറഞ്ഞതുപോലെ നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിക്കാതിരിക്കാൻ, വിഷമിക്കാതിരിക്കാൻ, മനക്ലേശങ്ങളും പ്രയാസങ്ങളും അലട്ടാതിരിക്കാൻ ദുആ ചെയ്യാനാണ് നമ്മളെ പഠിപ്പിച്ചത്. അതിന്റെ പിന്നാലെ കൂടാനല്ല നമ്മളെ പഠിപ്പിച്ചത്. തുടക്കത്തിൽ നമ്മൾ കേൾപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും എനിക്ക് നീ കാവൽ നൽകണമേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും നീ എനിക്ക് രക്ഷയേകണമേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ, ആളുകളുടെ അതിജയത്തിൽ നിന്നും, ആളുകൾ എന്നെ അതിജയിക്കുന്നതിൽ നിന്നും, കടം എന്നെ വരിഞ്ഞു മുറുക്കുന്നതിൽ നിന്നും, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നീ പറയുക. ഈ ദുആ നമ്മൾ അറിയാത്തവരല്ല. നമ്മളിൽ പലർക്കും ഓർമ്മ വെച്ച നാൾ മുതലേ ചിലപ്പോൾ ഈ ദുആ മനപ്പാടുണ്ടായിരിക്കും. പക്ഷെ ഈ ദുആ ചൊല്ലേണ്ടതുപോലെ ചൊല്ലി, ഈമാൻ പുതുക്കി, മനസ്സിൽ തട്ടി, ഇതുകൊണ്ട് പരിഹാരം അല്ലാഹുവിൽ നിന്ന് തീർച്ചയായും ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ ചൊല്ലി, ഇതുപോലെ പയറ്റിത്തളഞ്ഞ റിസൾട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ചികിത്സ ഫലവത്തായി ഉപയോഗപ്പെടുത്തിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉള്ളവരുണ്ടാകും, അനുഭവസ്ഥരുണ്ടാകും. കളവ് പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ അല്ലാഹു ദുഃഖങ്ങളെ ചികിത്സിക്കാൻ പറഞ്ഞ ചികിത്സയായി നമ്മെ പഠിപ്പിച്ച മഹത്തായ ദുആയാണ്.